നമസ്കാരം. ഇതിഹാസ പുരാണാഭ്യാം വേദം സമുപബൃംഹയേത്. ഇതിഹാസ പുരാണങ്ങളിലൂടെ വേദാർത്ഥത്തെയാണ് നാം മനസ്സിലാക്കേണ്ടത്. ഒന്നുകൂടി നമുക്ക് ലളിതമായി ചിന്തിക്കാം. പല സ്ഥലത്തും ഇന്ന് ഭാഗവതയജ്ഞം, രാമായണം, മഹാഭാരതം, ശിവപുരാണം, അതിനെക്കുറിച്ചുള്ള വിവരണങ്ങൾ, ഹാലാസ്യമാഹാത്മ്യം, ദേവീ മഹാത്മ്യം, ദേവീ ഭാഗവതം എന്നിങ്ങനെ ഒരുപാട് വിഷയങ്ങൾ. ഇതെന്തിനു വേണ്ടിയിട്ടാണ് എന്നുള്ള ചിന്തയാണ് വേദാർത്ഥത്തെ അതിലൂടെ നമ്മിലേക്ക് എത്തിക്കുന്നതാണ് ഇതിഹാസ പുരാണം. അല്ലെങ്കിൽ അതിലൂടെ നാം മനസ്സിലാക്കേണ്ടത് വേദാർത്ഥങ്ങളെയാണ്. ഒരുപക്ഷെ ഡയറക്റ്റായിട്ട് നാം ഭാഗവതത്തിലൂടെ, രാമായണത്തിലൂടെ, ഇതിഹാസ പുരാണങ്ങളിലൂടെ ഈ വേദാർത്ഥത്തിലേക്ക് കടന്നു കഴിഞ്ഞാൽ ഒരുപക്ഷെ നമുക്കത്രയും ഉൾക്കൊള്ളുവാനുള്ള പ്രാപ്തി ഉണ്ടാവില്ലല്ലോ. ഒരു 1-ാം ക്ലാസ്സുകാരൻ്റെ മുമ്പിൽ 5-ാം ക്ലാസ്സിൻ്റെയോ 10-ാം ക്ലാസ്സിൻ്റെയോ ആ ഒരു സബ്ജക്റ്റ് ടോപ്പിക്സ് എല്ലാം കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ ആ കൊച്ചുകുട്ടിക്ക് എന്താണ് മനസ്സിലാക്കാൻ സാധിക്കുക? ആ കുട്ടിക്ക് കഥ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്ത് അതിലെ തത്വങ്ങളെ ഉൾക്കൊള്ളുവാനായുള്ള ഒരു പ്രേരണ അതാണ് നൽകേണ്ടത്. ഇവിടെ 1-ാം ക്ലാസ് എന്ന് പറയുന്നത് നേരെ നമ്മുടെ മനസ്സെല്ലാം ഒരു 1-ാം ക്ലാസ് കുട്ടിയിലേക്ക് പോകരുത്. നമ്മൾ ശാസ്ത്രത്തെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ വേദത്തെ സംബന്ധിച്ചിടത്തോളം 1-ാം ക്ലാസ് തന്നെയാണ്. അറിയില്ല എന്നുള്ള വസ്തുതയാണ്. ഇവിടെ അറിയുന്നതിന് മുന്നേ തന്നെ ചോദ്യങ്ങളായി. എന്താണ് എന്നുള്ളത് മനസ്സിലാക്കിയ ശേഷം എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ നന്നായിരിക്കും, നമുക്ക് ഉത്തരവും ലഭിക്കും. ഇവിടെ വിദണ്ഡാവാദം, അതായത് ചോദ്യം ചോദിച്ച് അതായത് നമ്മൾ പഠിക്കുവാൻ വേണ്ടിയിട്ടുള്ള ചോദ്യമല്ല, കുറ്റം പറയുവാനും അതിനെ എനിക്ക് മനസ്സിലാക്കേണ്ട കാര്യമില്ല, അതിന് 100 ന്യായീകരണങ്ങളും മറ്റു കാര്യങ്ങളും നിരത്തി അതിനെ താഴ്ത്തിക്കെട്ടുവാനുള്ള ഒരു ശ്രമം. ആയതിനാൽ ഇത് പഠിക്കണം, ഇതിൽ ഇല്ലെങ്കിൽ ഇതെന്താണെന്ന് മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് അതെന്താണ് എന്ന് മനസ്സിലാക്കുവാനുള്ള ജീവിതചര്യ. ഈ ആചാരം എന്നുള്ളത് SOP, സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ. ഒരാൾ ഓഫീസിൽ ആദ്യ ദിവസം ജോലിക്ക് കയറുകയാണ്, എന്തെങ്കിലും ചോദ്യം ചോദിക്കുമോ അയാൾ? ഒരിക്കലുമില്ല. അവിടെ എന്താണ് നടക്കുന്നത് അതുപോലെ താനും നടക്കുവാനുള്ള ഒരു ശ്രമം. ഓഫീസിലേക്ക് കയറുന്നു, ഗുഡ് മോർണിംഗ് ആണെങ്കിൽ ഗുഡ് മോർണിംഗ്, അവിടെ റോൾ കോൾ ഉണ്ടെങ്കിൽ റോൾ കോൾ. പട്ടാളത്തിലൊക്കെ അങ്ങനെയാണ്. എല്ലാം കഴിഞ്ഞ് അവിടെയുള്ള ഒരു പ്രോസസ്സ് എല്ലാം കൂടി മനസ്സിലാക്കി ഒരു 3-6 മാസം മുന്നോട്ട് പോയ ശേഷം ആ മാനേജർ ഇതിലൊരു ചേഞ്ച് വരുത്താമല്ലോ, ഇത് നന്നായിരിക്കുമല്ലോ, അപ്പോൾ അത് നമുക്കെല്ലാവർക്കും ഉൾക്കൊള്ളുവാൻ സാധിക്കും. അത് മനസ്സിലാക്കി അതിനെ തിരുത്തി മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഒരു സാധ്യതയുണ്ട്. അല്ലാതെ ആദ്യ ദിവസം കയറിയിട്ട് ഈ മേശ എന്തിനാണ് ഇവിടെ ഇട്ടേക്കുന്നത്, കമ്പ്യൂട്ടർ അങ്ങോട്ട് തിരിച്ച് വെച്ചുകൂടെ, ഇത് ഇങ്ങോട്ട് തിരിഞ്ഞിരുന്നൂടെ എന്നിങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ആദ്യത്തെ ദിവസം പറയുകയാണെങ്കിൽ എങ്ങനെ ഇരിക്കും? അതുപോലെ നാം എല്ലാവരും വേദത്തെ സംബന്ധിച്ച് വളരെ ചെറുപ്രായത്തിലുള്ള ബാലാദി അവസ്ഥ അതിലൂടെ തന്നെയാണ് പോകുന്നത്. ബാലനാണ്, അറിവില്ല. അപ്പോൾ ഈ രാമായണം, മഹാഭാരതം, ഭാഗവതം എല്ലാം തന്നെ നമുക്ക് സന്ദേശത്തെ എത്തിക്കുവാനുള്ള ശ്രമം, പടിപടിയായിട്ട് അത് മനസ്സിലാക്കുവാനുള്ള ഒരു ശ്രമമാണ്, ഒരു സാഹചര്യമാണ് നമുക്ക് ഒരുക്കുന്നത്. ആയതിനാൽ ഒന്നിനെയും പുച്ഛിക്കാതെ ഭാഗവത യജ്ഞങ്ങളിലൊക്കെ ഏവരും പങ്കുകൊള്ളുക, സാധിക്കുന്ന രീതിയിൽ സന്ദേശം മനസ്സിലാക്കുക. അല്ലാതെ കൃഷ്ണൻ അന്ന് ധരിച്ചിരുന്ന മഞ്ഞ വസ്ത്രം ഇപ്പോൾ ഉണ്ടോ, മഞ്ഞയാണോ എന്നെങ്ങനെ അറിയാം എന്നിങ്ങനെയുള്ള ചോദ്യങ്ങളിൽ കിടക്കുന്നത് ശരിയാണോ അല്ല, ജീവിതത്തിൽ ഉൾക്കൊള്ളേണ്ട സന്ദേശം നമുക്ക് ലഭിച്ചല്ലോ, അതെങ്ങനെ നമുക്ക് പ്രാവർത്തികമാക്കാം? കൃഷ്ണൻ ഉണ്ട് ഇല്ല എന്നുള്ളത് നമ്മൾ അറിയേണ്ട കാര്യമില്ല. ആദ്യം നമുക്ക് ആ സന്ദേശത്തെ ഉൾക്കൊണ്ട് പ്രാവർത്തികമായി മുന്നോട്ട് പോകാൻ പറ്റുമല്ലോ, നല്ല സന്ദേശമാണല്ലോ നൽകിയത് എന്നുള്ള ഒരു ചിന്ത, അതെന്താണ്, എന്തുകൊണ്ട്, അതിനെക്കുറിച്ച് മനസ്സിലാക്കുവാനുള്ള വഴി തെളിഞ്ഞ് മുന്നോട്ട് പോകും എന്നുള്ളതാണ്. അതിൽ സംശയമില്ല. ഇതിഹാസ പുരാണാഭ്യാം വേദം സമുപബൃംഹയേത് എന്ന് തന്നെയാണ്. ഇതിഹാസ പുരാണങ്ങളിലൂടെ വേദാർത്ഥത്തെ തന്നെയാണ് നാം ഉൾക്കൊള്ളേണ്ടത്.
എല്ലാ ആചാര്യന്മാരും വേദാർത്ഥത്തെ ഗ്രഹിച്ച് അതിലൂടെ വേദാർത്ഥത്തെ മനസ്സിലാക്കി കൊടുക്കുവാനായിട്ട് ഒരു ശ്രമം കൂടി നടത്തണമെന്ന് അഭ്യർത്ഥിക്കുന്നു. നമസ്കാരം.